പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡക്ഷൻ നമ്മുടെ രുദ്രട്ടനാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആണ്. നമ്മുടെ ഏകദേശം ഒരു ജൂൺ 7-ാം തീയതി അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയി. അവന് വയ്യായൊക്കെ ആയിട്ട് ലൂസ് മോഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയി വീഡിയോയുടെ ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അന്ന് മിഠായി മേടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ രമ്യടുത്തമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രമ്യടുത്തമ്മയുടെ കൂടെ ഞങ്ങൾ KM-ലൊക്കെ പോയി, സൂപ്പർ മാർക്കറ്റിൽ പോയി അവർക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ അത് പോയി മേടിച്ചിട്ട് അംഗനവാടിയിലെ കുട്ടികൾക്ക് അവൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ ലഡു വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഡു ഒക്കെ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. കുറേ ദിവസം ഇങ്ങനെ പുറത്തിറങ്ങാതെ ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പരിപാടികളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങളത് പറയുമായിരുന്നു, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, നമ്മൾ പുറത്തെ ആൾക്കാരെയൊക്കെ കണ്ട് ഒന്ന് റിഫ്രഷ് ആവും കേട്ടോ. നമ്മുടെ കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ കുറഞ്ഞു കിട്ടും. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ ഞാൻ എന്താ ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു കേട്ടോ. കണ്ടപ്പോൾ മേടിച്ചതാണ്, മേടിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. പിന്നെ ഇവിടെ മറ്റേ ഞാൻ ഹെയർ കളർ ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ കളറൊക്കെ ഞാൻ നോക്കാതെ ഇപ്പോൾ നിറച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വല്ല തള്ളാറയുടെ പോലത്തെ കളറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കളർ ചെയ്യാം, ഹെന്ന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹെന്ന പൗഡറൊക്കെ വാങ്ങിച്ചു. പക്ഷെ അത് ലോകബദ്ധമായിട്ടോ, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിറങ്ങി. ആകെ ഇത് മേടിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ രമ്യടുത്തമ്മയുടെ കയ്യിലൊരു കുഞ്ഞ് ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ പോയി. അവന് ആപ്പിളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ പിന്നെ മാങ്ങ ഒക്കെ വാങ്ങിച്ചു. ആപ്പിളിൻ്റെയൊക്കെ പല വകഭേദങ്ങളുണ്ട് കേട്ടോ. റേറ്റൊക്കെ ഭയങ്കര ഡിഫറൻസ്. 10-20 മാറ്റാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് 200 പോയാൽ പിന്നെ 100 അങ്ങനെയൊക്കെ കുറേ രൂപയുടെ മാറ്റമാണ് കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല എന്താണ് സംഭവം. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സാധനം വാങ്ങിച്ച്. നല്ല കൂടിയത് വാങ്ങിച്ചില്ല, കുറഞ്ഞത് വാങ്ങിച്ചില്ല. കാരണം ഇനിയിപ്പോൾ വില കൂടിയതിന് കാണാൻ ഭംഗി മാത്രമേ ഉള്ളെങ്കിലും അപ്പോൾ അത് കാരണം പിന്നെ മാങ്ങയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ബേക്കറി പോയി. ലഡു വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ബോക്സിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആൾ ഓക്കെ അതൊക്കെ ചോദിച്ച് അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലഡുവിൽ കൈയൊന്നും വരുന്നില്ല, അങ്ങനെ അതൊന്നും കുറയുന്നില്ല. പക്ഷെ മൈസൂർ വീണ്ടും ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഗ്ലാസ്സിൽ കൂടെ നോക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ തലയിൽ കണ്ടോ മുല്ലപ്പൂ? ആ മുല്ലപ്പൂ കാണിക്കാനുള്ളൊരു ഷോയും കൂടിയാണ് ഇപ്പം ഇന്ന്. കാരണം വേറെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യങ്ങളില്ലാതെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഈ 1-2 സാധനങ്ങളാണത്. പിന്നെ അച്ഛൻ കൊണ്ടുവരാനുള്ള സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് എവിടേക്കിലൊക്കെ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അതേണ്ടേ ഞങ്ങൾ പോകുമ്പോൾ അച്ഛമ്മയും കുട്ടിയും ചോറുണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. 2 പേരും അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ എന്നെ കണ്ടിട്ട് വല്ല കൂസലുണ്ടോ? ഒരു മൈൻഡും ഇല്ല. എന്നാൽ പോകുമ്പോഴോ കരഞ്ഞ് പുതിയ പയം പ്രശ്നമില്ല ട്രൗസറൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ അംഗനവാടി പോവാണ് കേട്ടോ. അവിടെ അമ്മ ഇരുന്ന് കാർക്കൂന്തൽ നേരെയാക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്നോട് പോവാൻ പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വീട്ടിലിരിക്കുന്ന ആരുടെ അടുത്തേക്കും പോവില്ല. ആരാണോ റെഡി ആയിരിക്കുന്നത് അവരുടെ അടുത്തുനിന്ന് എവിടേക്കും അനങ്ങില്ല കേട്ടോ. അവിടെ പിടിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ രമ്യടുത്തമ്മേനെയും കൊണ്ട് ബൈക്കിൽ യാത്രയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയോ മീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. എന്തായാലും ഞങ്ങൾ പോയതല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി ലഡുവൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ.
സീറ്റി പോയി വാങ്ങിച്ചോ? ടീച്ചർ കൊടുത്തോളൂ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ ഇപ്പം പഠിച്ച ഭാഷയാണ് കേട്ടോ. തെക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താവും പറയണമെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങളുടെ ഹെന്ന തലയിലിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹെന്ന തലയിലിട്ട്. അപ്പോഴാണ് അതിലൊരു സ്മെല്ലൊക്കെ ഒരു മാറ്റം. എൻ്റെ തലയിൽ ഇങ്ങനെ ഇട്ട് തരായിരുന്നു കേട്ടോ ഓരോമ്മ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹെന്ന പൗഡർ ആയിരുന്നില്ല. അതിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. താളി പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ, ചെമ്പരത്തി. ഞങ്ങൾ രണ്ടുപേരും ബഞ്ചാറാസ് കണ്ടപ്പോൾ അത് മേടിച്ച്. പക്ഷേ ഹെയർ കളർ പ്രൊഡക്ട്സിൻ്റെ ഉള്ളിലിരിക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തപ്പോൾ ഞങ്ങൾ ബ്രാൻഡ് മാത്രമേ നോക്കിയുള്ളൂ, സാധനം ഞങ്ങൾ വായിച്ച് നോക്കിയില്ല. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ തലയ്ക്കൊക്കെ. ചെമ്പരത്തി ആയിരുന്നു കൂടുതൽ. പിന്നെ ഞങ്ങൾ മുല്ലപ്പൂ തണുപ്പായിരുന്നു, നല്ല സുഖമായി കിടന്നുറങ്ങാൻ പറ്റി എനിക്ക്. കൂടെയൊക്കെ അങ്ങനെ രമയെടുത്ത് പോയ കേട്ടോ. പിന്നെ ഞങ്ങളെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ കുറച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.